ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ആദർശും അനിയും ചേർന്ന് മുത്തശ്ശനോട് വൈരാഗ്യമുള്ളവൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ള അത്തരം കാര്യങ്ങൾ കണ്ടെത്തി. ഈ സമയം കൊണ്ട് കയറി പറ്റിയതും നവ്യയുടെ അടിവേര് തോണ്ടാനായിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത്. ഈ അഭി എന്ന് പറയുന്നവൻ അവനെ തകർക്കാൻ അവൻ പോലും അറിയാതെ നവ്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒരുങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ആദർശാണെങ്കിൽ പുതിയ കുറച്ച് ദൗത്യങ്ങളും കാര്യങ്ങളും അനിയെ പറഞ്ഞ് ഏൽപ്പിക്കുക. അതും നമ്മുടെ വീട്ടിലും ഇരുന്നുകൊണ്ട് ഒരു കാര്യങ്ങളും അത് ആരുടെയും കേൾക്കെ ഒരു കാര്യങ്ങളും സംസാരിക്കരുത്, കമ്പനിയിലെ കാര്യങ്ങൾ. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാവരുടെ മേലും ഒരു കണ്ണ് വേണം എന്ന് പറയുന്നു. മാത്രമല്ല അഭി എന്ന് പറയുന്നവനും നവ്യയും ഇപ്പോൾ AN ജ്വല്ലറിയുടെ ആൾക്കാരായതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ വളരെയേറെ സൂക്ഷിക്കണം. കമ്പനി കാര്യങ്ങൾ പോലും ഒന്നും ചർച്ച ചെയ്യരുത്, വീട്ടിൽ ആരോടും പറയരുതെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആദർശ് കുറേ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്ത് നമ്മുടെ അനിയെ വിടുവാണ്. അപ്പം അനി ആദർശേട്ടന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടാ, ഞാൻ തിരിച്ചു വരുന്നതോ വരാത്തതോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ തകർക്കാൻ ഓരോരുത്തർ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാലോ. നമ്മുടെ ശത്രു ശ്രമിക്കുന്നത് അവനെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതിനുശേഷം എനിക്ക് തിരിച്ചു കയറാൻ പറ്റും. പിന്നെന്തിനാ നീ വിഷമിക്കുന്നേ? ആ സമയം കൊണ്ട് നീ താഴെ പോകരുതെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും മറ്റൊരാളെ അനന്തപുരിയിലെ അല്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയി വാഴിക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുതെന്നും ആദർശ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആദർശേട്ടനോളം കയറി വരാൻ പറ്റുന്നില്ല ആദർശേട്ടാ എന്ന് പറയുമ്പോൾ അത് നിൻ്റെ വെറും തോന്നലാണെന്നും നിന്നെക്കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ എന്നും ആദർശ് എനിക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു കാരണവശാലും ആർക്കും നമ്മുടെ കമ്പനിയെ ഇനി തൊടാൻ ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കരുത്. ഇനി നമ്മൾ കയറുകയും ശത്രുക്കൾ ഇറങ്ങുകയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചേട്ടനും അനിയനും കൂടി ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിങ്ങനെ അഭി ജോലിക്ക് പോയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ നവ്യയ്ക്കാണെങ്കിൽ ഇപ്പോൾ പഴയതുപോലെ വലിയ ഒച്ചയെടുപ്പും കാര്യങ്ങളൊന്നുമില്ല. നവ്യ സൈലൻ്റായി. അപ്പോൾ അത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ നവ്യയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. ദേവയാനി വന്നു അച്ഛനും അമ്മയും ഒക്കെയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ പുറത്ത് പോയിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ച് നവ്യ കയറി വരുവാണ്. കയറി വരുന്ന നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇത് എവിടെ പോയതാ നവ്യെന്ന് ചോദിച്ചു. അപ്പോൾ നവ്യ ഇവരോടൊരു മട്ടിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ നവ്യ നീ ഒന്നും മിണ്ടാത്ത? ചോദിച്ചത് കേട്ടില്ലേ? ഇനിയിപ്പോൾ ഞങ്ങളാരും ചോദിച്ച ചോദ്യത്തിന് മറുപടി പോലും പറയേണ്ടെന്നായോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല അമ്മായി എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു വരെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണെന്ന് പറയുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ആ സംസാര ശൈലി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇനി എന്തെങ്കിലും അമ്മായിക്ക് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും ചോദിക്കാനില്ല, നിന്നെ കാണാത്തത് കൊണ്ടും മാത്രമല്ല നീ ഇപ്പോൾ കയറി വന്നതുകൊണ്ടും ചോദിച്ചതാ കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നവ്യ അങ്ങ് പോയി. ഇവൾക്കിത് എന്താ വെച്ചാൽ പറ്റിയത്? ദേവയാനി ചോദിക്കുക. ആർക്ക് എന്തൊക്കെ പറ്റുന്നുണ്ടെന്ന് നോക്കി നടക്കലല്ല എൻ്റെ ജോലി എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. അവൾ നേരത്തെ പോലെ എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ചു കയറാനൊന്നും വരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എനിക്ക് എന്തിനാച്ചാ അവളുടെ കാര്യങ്ങളിൽ തലയിട്ടിട്ട് എന്നൊക്കെ ചോദിച്ചെന്ന് ദേവയാനി ഇങ്ങനെ പറയുവാണ്. അന്നേരം ദേവയാനി ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ എന്തിനാ ദേവയാനിയോട് ചുമ്മാ ദേഷ്യപ്പെട്ടതെന്നുള്ള രീതിയിൽ മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ അവരുടെ ഒന്നും എടുത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിന്നാൽ മതി, അല്ലാതെ പക്ഷം കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന്. പക്ഷേ നവ്യയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇദ്ദേഹം അത് ശ്രദ്ധിച്ചില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സത്യങ്ങൾ കുറേശ്ശെ അവൾ മനസ്സിലാക്കി വരുന്നതുണ്ടാവാം. അങ്ങനെ ഒരു മാറ്റം അവളിലൂടെ സ്വയം ഉണ്ടാകുന്നത് അത് നല്ല കാര്യമല്ലേ വസുന്ധരെ? നമ്മളെല്ലാവരും അവൻ്റെ ഭാഗത്തെ തെറ്റു പറഞ്ഞു കൊടുത്തപ്പോൾ അവളത് വിശ്വസിച്ചില്ല. അവനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു, നമ്മളെല്ലാവരെയും തള്ളി പറഞ്ഞു. ഇനി അവൻ ആരാണെന്നും അവൻ്റെ തനിനിറം എന്താണെന്നും അവൾ സ്വയം അറിയട്ടെ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറയാം. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ നമ്മുടെ നവ്യ റൂമിൽ പോയിരിക്കുക. റൂമിൽ പോയിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. നയനോട് കാണിച്ചത്, നന്ദുവിനോട് കാണിച്ചത്, അച്ഛനോട് കാണിച്ചത്, അമ്മയോട് കാണിച്ചത്, അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ താൻ അവരോട് കാണിച്ചു കൂട്ടിയ ക്രൂരതകളെ പറ്റിയൊക്കെ ആലോചിക്കും. നീ അഭിയെന്ന് പറയുന്നവനെ പൊക്കി പിടിച്ചതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നു കഴിഞ്ഞപ്പോൾ നവ്യ ഇരിക്കല്ലേ. നവ്യെ നീ എന്താ നേരത്തെ പോന്നോ? അഭി വന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ അങ്ങനെ ഒരു പൊസിഷനിലല്ലേ അവിടെ ഇരിക്കുന്നത്, തോന്നുമ്പോൾ ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അല്ല, നീ നേരത്തെ വന്നതുകൊണ്ട് ചോദിച്ചതാ. എനിക്കവിടെ പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവർ ഷൂട്ടിങ്ങിന് വിളിക്കുമ്പോൾ പോവുക, അതിനപ്പുറം എനിക്ക് മറ്റൊന്നും അവിടെ ചെയ്യാനില്ലല്ലോ എന്നും പറഞ്ഞ് നവ്യ ഇരിക്കുക.
അവനവിടെ കയറിയിട്ട് എങ്ങനെയുണ്ട്? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അവൻ്റെ തനിനിറം പുറത്തെടുക്കാതിരുന്നാൽ അവൻ അവിടെ നിന്ന് ജീവിച്ചു പോകാം എന്ന് നവ്യ ഇങ്ങനെ ജലജയോട് പറയുമ്പം അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്? അവനിപ്പോൾ പഴയ അഭിയല്ലല്ലോ, അവൻ ഒരുപാട് മാറിയില്ലേ? എല്ലാവരും കൂടെ ചേർന്ന് അവനെ ചതിക്കാൻ നോക്കുന്നതൊഴിച്ചാൽ അവന് പിന്നെ എന്താ കുഴപ്പം? അവനിപ്പോൾ നിന്നെ ജീവനല്ലേ, അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളും എല്ലാം അവന് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ല ഡയലോഗ് ജലജയോട് നവ്യ പറയുകയും ചെയ്തു. ഇതൊക്കെ തന്നെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ജലജ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി ഒലിപ്പീരുമായിട്ട് നേരെ മാളവികയുടെ അടുത്തേക്ക് ചെന്നു. മാളവികയുടെ അടുത്ത് ചെന്നപ്പോൾ മാളവിക ആരാ പൊന്നുമോള്? നമ്മുടെ ആദർശ് പറഞ്ഞു കൊടുത്തത് വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കുന്ന കൂട്ടത്തിലല്ലേ? ഇവനെ അങ്ങ് ശരിക്കും ഇട്ട് പതപ്പിക്കുകയാണ്. അയ്യോ അഭിസാറേന്ന് അങ്ങ് വിളിച്ച. അയ്യോ അതങ്ങ് കേൾക്കുമ്പോഴത്തേനും എന്നാ പറയുന്നത്, അങ്ങനെ രോമാഞ്ചമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അഭിയുടെ. മാളവികയുടെ മുന്നിൽ സ്റ്റാറായി എന്നുള്ളൊരിതിൽ. അപ്പോൾ ദേ മാളവിക അവനെ എടുത്തിട്ട് ഒലക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഇങ്ങനെ ഒരു വക ഇതായിട്ട്. അപ്പോൾ മാളവിക ഇങ്ങനെ ഒന്ന് ഇരുന്നാൽ പോരാ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് സ്ലിമ്മൊക്കെ ആവണം, കുറച്ചുകൂടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. ഞാനിവിടെ മാനേജറായിട്ടിരിക്കുന്നിടത്തോളം ഒരു കുഴപ്പങ്ങളും മാളവികയ്ക്ക് ഉണ്ടാവില്ല. മാത്രമല്ല മാളവികയ്ക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പിന്നെ എനിക്കറിയില്ലേ സാറിനെ എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു, സാറ് ജെനുവിനാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എന്താ ഒരു സന്തോഷം. ഇത് കഴിഞ്ഞതിന് ശേഷം അബി എന്നിട്ട് മാളവികയോട് കുറേ നമുക്ക് ഡിന്നറിന് പോകാം, അതിന് പോകാം, ഇതിന് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പോകാം, അതിനൊന്നും കുഴപ്പമില്ല സാർ, എനിക്കിപ്പോൾ കുറച്ച് ബിസിയാണ്, അത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് മാളവിക ഇവനെ ഒഴിവാക്കി വിടുക. അത് കഴിഞ്ഞ് മാളവിക ഈ കാര്യങ്ങളെല്ലാം അന്നേരം ആദർശിനോട് പറയുന്നുണ്ട്. ആദർശിനോട് പറയുന്ന സമയത്ത് ആദർശാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മാളവികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഇവനെ പെടുത്താം, അല്ലെങ്കിൽ ഇവനെ വീഴ്ത്താം, ഇവനെ പോലും ഇതാവാതെ നിൽക്കാം എന്നൊക്കെ ഉള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ അവന്തികയും അച്ഛനും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച നടന്നു. പിന്നെ അഭിയേട്ടൻ കയറിയതിനെ പറ്റിയും അഭിയേട്ടൻ്റെ ജോലിയെപ്പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഡേവിഡ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അച്ഛൻ മോളോട് പറയുവാണ്. അവൻ ജോലിയിൽ കയറിയതേ ഉള്ളൂ, നവ്യയെ ഇപ്പോൾ അവന് മടുത്തു തുടങ്ങി മോളെ, നവ്യയെ മോഡലിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് അഭി പറയുന്നത് എന്നൊക്കെ പറയുമ്പം അതിനുള്ള സമയമായോ അച്ഛാ എന്ന് ചോദിച്ചു. അതിനുള്ള സമയം തൽക്കാലം ആയിട്ടില്ല എന്ന് അച്ഛൻ പറയുക. അഭി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവളെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. ഇപ്പം അവൾ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടെ, അവൻ്റെ അച്ഛൻ്റെ ജ്വല്ലറിയാണ് എന്ന് അവൻ അറിയുന്ന നിമിഷം നവ്യയെ നമുക്ക് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കാം എന്നിങ്ങനെ ഇവർ പറയുക. പിന്നെ അത് നമ്മുടെ സാമ്രാജ്യമല്ലേ മോളെ എന്നും പറഞ്ഞ്. അപ്പോൾ ഇപ്പം എന്തായാലും അഭിയേട്ടൻ അതിനകത്ത് ഉടായ്പൊക്കെ കാണിക്കാനുള്ള വഴികളൊക്കെ ഉണ്ടച്ചാന്ന് പറയുമ്പം അതൊക്കെ തൽക്കാലം അവൻ കാണിച്ചോട്ടെ. പക്ഷേ അവൻ്റെ സ്വന്തമാണ് ആ മുതലെന്ന് അവൻ അറിയുമ്പോൾ പിന്നെ അവനൊരു ഉടായ്പിന് നിൽക്കില്ല. അപ്പം അതിന് ഒരുപാട് കാലതാമസമോ ഇല്ല എന്നും പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും മോളും സംസാരമൊക്കെ കഴിഞ്ഞു. ഡേവിഡിനോടാണെങ്കിലും കാര്യങ്ങളെല്ലാം ഇയാൾ പറയുന്നു. പിന്നെ ഈ അഭിക്ക് മൊത്തത്തിൽ സംശയം, ഇയാൾ എന്തിനാ അവന്തികയെ വിളിച്ചത്? അപ്പോൾ അവന്തികയും ഇയാളും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശം എന്താണ്? അപ്പോൾ ഇയാളല്ല ഇതിൻ്റെ മുതലാളി, ശരിക്കും മറ്റാരോ ആണ്. ഇതെല്ലാം അഭി കണ്ടെത്തി. അതിനുശേഷം അഭി ഇങ്ങനെ ആലോചന തുടങ്ങി. എന്നിട്ട് അവന്തികയെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചുരണ്ടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അവന്തിക ആരാ പൊന്നുമോൾ? അവന്തിക ഒന്നും വിട്ട് പറയുന്നുമില്ല. അവന്തിക അഭി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അന്നേരം സ്വന്തം അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്യും. അഭിയേട്ടൻ ഇങ്ങനെ ചോദിച്ചാൽ അഭിയേട്ടന് സംശയം ഉണ്ടച്ചാ അതാച്ചാ ഇതാച്ചാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും മോളി പിടുത്തം കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ മോൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ നവ്യയ്ക്ക് സ്വയം ഇരുന്ന് കുറ്റബോധം തോന്നി തുടങ്ങിയത്. നയനയോട് താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും തൻ്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ചെയ്ത ത്യാഗത്തെ പറ്റിയൊക്കെ. അപ്പം നയനയെ കാണണമെന്നും നയനയെ കണ്ട് സംസാരിക്കണമെന്നും അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അതൊക്കെ പുള്ളിക്കാരുടെ മനസ്സിലിങ്ങനെയുണ്ട്. എന്നിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോകുക. രാവിലെ നേരെ നയനയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ നവ്യ ചെന്നത് കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ദാമോട്ടനും അതുപോലെ മറ്റേ എലിസബത്ത് ചേച്ചിയും കൂടെ ഇറങ്ങി ചെന്നു. ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ നയനയുടെ ചേച്ചിയാണെന്ന് നവ്യ പറയുമ്പോൾ, ഓ ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല, എൻ്റെ അനിയത്തെ കാണാൻ വരാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണോ എന്ന് നവ്യ ഇവരോട് ചോദിക്കാം. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, എല്ലാവരും നിങ്ങൾ മേഡത്തോട് നയനമോളോട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, അത് ഞാനും എൻ്റെ അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങളതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. മാറി നിൽക്കുക, എനിക്ക് എൻ്റെ അനിയത്തിയെ കാണണം. നയന ഇല്ലേ എവിടെയെന്ന് ചോദിച്ചു. അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നവ്യ ഇടിച്ച് കയറി അകത്തേക്ക് ചെല്ലും. അപ്പോൾ നയന റൂമിൽ ഇങ്ങനെ ഇരിക്കുക. റൂമിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ നവ്യയെ കണ്ടപ്പോഴത്തേക്ക് അന്തം വിട്ടുപോയി നയന. ചേച്ചിയോ എന്നും പറഞ്ഞുകൊണ്ടൊരു അപ്പോഴൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഇത്. അപ്പം നയന കാരണം നവ്യയ്ക്ക് ഒരുപാട് അബദ്ധം പറ്റി എന്നുള്ളൊരിതിലാണ് നവ്യ ഇങ്ങനെ നിൽക്കുന്നത്.
ആ സമയത്ത് നവ്യാണെന്നുണ്ടെങ്കിൽ നയനയെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ചേച്ചി എന്താ ഇങ്ങോട്ട് വന്നത്, ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്ന് ചോദിച്ചു. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, പിന്നെ കണ്ണിന് നേർക്ക് കാണുന്നത് അതെന്താണെങ്കിലും ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാൽ ആ സത്യത്തിനെതിരായി നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്നും നവ്യ ഇങ്ങനെ നയനയോട് പറയാം. അപ്പോൾ ചേച്ചി എന്ത് സത്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ചേച്ചി വിശ്വസിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നവ്യ പറഞ്ഞു അതെൻ്റെ ബുദ്ധിമോശമാണ്. അപ്പോൾ നവ്യ നയനയോട് കാര്യങ്ങളെല്ലാം പറയുവാണ്. അഭിയെന്ന് പറയുന്നവൻ അവൻ തന്നെ ചതിച്ചത് താൻ അറിഞ്ഞ കാര്യമൊക്കെ അമ്മ അത് പറഞ്ഞപ്പോൾ താൻ വിശ്വസിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയപ്പോൾ നിന്നെയും അമ്മയെയും നന്ദുവിനെയും അച്ഛനെയും ഒക്കെ വേദനിപ്പിച്ചതിനുള്ളത് എനിക്ക് കിട്ടി എന്നും നവ്യ പറയുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് നവ്യ ഇങ്ങനെ നയനയോട് ക്ഷമ ചോദിക്കുക. മാത്രമല്ല AN ജ്വല്ലറിയെ പറ്റിയുള്ള കാര്യങ്ങളും നയനയോട് നവ്യ പറയുവാണ്. ആ ഡേവിഡ് എന്ന് പറയുന്ന അയാളല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ എന്നുള്ള കാര്യം നവ്യയ്ക്കും അറിയാം. അപ്പോൾ നവ്യ അത് പറയുന്നു. അതുപോലെ തന്നെ അഭിയുടെ ഇപ്പോഴത്തെ സ്വഭാവം, മാളവികയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അഭി, ഇതെല്ലാം നവ്യ നയനയോട് പറയുവാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ആ ഒരു അടിവേര് അല്ലെങ്കിൽ ഈ AN ജ്വല്ലറിയുടെ അടിത്തറ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിന്നെ ഇവിടെ വന്ന് കണ്ടതോ സംസാരിച്ചതോമായിട്ടുള്ള കാര്യങ്ങൾ ആരും അറിയാൻ പാടില്ല, നമ്മൾ തമ്മിൽ പിന്നെയും സൗഹൃദമായി എന്നാരും അറിയാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നയനയ്ക്ക് ആശ്വാസമായി. നയന സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇനി AN ജ്വല്ലറിയെ തകർക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് എന്നും പറയുക. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും നവ്യ പറയുന്നു. അങ്ങനെ നവ്യയും നയനയും കണ്ടുമുട്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ AN ജ്വല്ലറിയെ തകർക്കാൻ ഇനി ഇവർക്ക് മുന്നിൽ തന്നെ നമ്മുടെ നവ്യയുണ്ട്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ആദർശ് വരുമ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആദർശ് വരുമ്പോൾ നയനെ അത് പറയും, ഉറപ്പാണ്. അപ്പം നിന്നോടും ആദർശേട്ടനോടും എങ്ങനെ മാപ്പ് പറയണമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ആദർശേട്ടൻ്റെ മഹത്വമൊക്കെ പറയുക. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുകയും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ് ആദർശേട്ടൻ. ആ ആദർശേട്ടനാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം സഹിച്ചത്, മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നവ്യ പറയണം. അങ്ങനെ ചേച്ചി അനിയത്തിയും തമ്മിലുള്ള സംഭാഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അനിയത്തി അങ്ങ് പോയി. അത് കഴിഞ്ഞ് നവ്യ നേരെ പോകുന്ന ഡേവിഡിനെ കാണാനായി ജ്വല്ലറിയിലേക്ക്. അവിടെ ചെന്നു ഡേവിഡിനെ കണ്ടു വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്ത് നവ്യയുടെ ജോലിയുടെ കാര്യങ്ങളെപ്പറ്റി ചെറിയൊരു സൂചന അയാൾ കൊടുക്കുവാണ്. അപ്പം നവ്യയാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് കിള്ളി ഇയാളോട് ചോദിക്കുക. അപ്പം നവ്യ ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ അതിന് അവിടെ ഇവിടെ തൊടാതെ മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇയാളുടെ മറുപടി പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് മനസ്സിലായി നവ്യയ്ക്ക് പിടുത്തം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗുകളാണ് ഇയാൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നവ്യ ആരാ പൊന്നുമോള, അയാൾ പോലും അറിയാതെ അയാളിൽ നിന്ന് ഓരോന്ന് ചുരണ്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു. നവ്യ ആണെങ്കിൽ AN ജ്വല്ലറിയിൽ നിന്ന് ഓരോ രഹസ്യങ്ങൾ ചോർത്താൻ അതിനകത്ത് കയറി പറ്റിയിരിക്കുന്നു. ഇതേ സമയത്ത് ഈ അഭിയെന്ന് പറയുന്നവൻ നമ്മുടെ അവന്തികയുടെ പോക്കും വരവും. അപ്പോൾ ഈ ഡേവിഡുമായിട്ട് സംസാരിച്ചത് അവന്തികയാണോ എന്നിവനൊരു സംശയം ഉണ്ടല്ലോ. ഇവൻ അവന്തികയെ ശരിക്കും ശ്രദ്ധിക്കുക. അന്നേരം അവന്തിക അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതൊക്കെ വാച്ച് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഈ അവന്തിക അനന്തപുരി തറവാട്ടിൽ നിന്നും ഈ നാഗേന്ദ്രനെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഈ അഭി പിന്നാലെ കൂടി. അഭി നേരെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവന്തിക ഇത് കാണുന്നില്ല. അവന്തിക നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. ആ ഹോട്ടലിൽ ചെന്നു. അച്ഛനുമായിട്ട് കണ്ടുവരുന്ന് സംസാരിക്കുക. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അഭി ചെന്നു. അഭി ചെന്നപ്പോൾ റിസപ്ഷനിലിരിക്കുന്നവർ ചോദിച്ചു ആരാ എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ AN ജ്വല്ലറിയിലെ സ്റ്റാഫാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ AN ജ്വല്ലറിയിലെ സ്റ്റാഫ് ആയതുകൊണ്ട് അഭിക്ക് അവിടെ കയറാനുള്ള ഒരു അവകാശമുണ്ട്. അങ്ങനെ അഭി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. അഭി കയറി ചെന്നപ്പം ഇവർ നാഗേന്ദ്രനും അതുപോലെ അവന്തികയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോഴത്തേക്കും അഭി ഇടിച്ചു കയറി അങ്ങ് ചെന്നു. എന്നിട്ട് അപ്പോൾ ഇവർ അഭിയെ കണ്ടു. അഭി കയറി ചെന്നപ്പോഴത്തേക്കും അവന്തികയോട് ചൂടാവും, ആരാടി ഇത്, എന്താടി നിനക്ക് എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ അഭിയാണെന്നുണ്ടെങ്കിൽ വായി തോന്നുന്നതൊക്കെ അയാളോട് പറയുകയാണ്. അയാൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചേട്ടാ ഇങ്ങനെയൊന്നും പറയില്ല, ചേട്ടൻ ആരോട് എന്താ പറയണേന്ന് ചേട്ടൻ അറിയാവോ എന്നിങ്ങനെ അവന്തിക ചോദിച്ചു. ആരായാലും എനിക്ക് എന്താടി, ആരാടോ താൻ, എൻ്റെ പെങ്ങളെ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് തനിക്ക് എന്താടോ കാര്യമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് നാഗേന്ദ്രനോട് ദേഷ്യപ്പെടുന്നു. താൻ ആരാടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നോ, ഞാൻ ആരാണെന്ന് പറയണമല്ലേ എന്ന് ഇയാൾ ചോദിച്ചു. സ്വന്തം അച്ഛനെ കണ്ടിട്ട് തിരിച്ചറിയാതെ പോയൊരു മോനെന്ന് പറയുമ്പോഴത്തേക്കും അഭി ഞെട്ടിപ്പോയി. അപ്പോൾ അവന്തിക പറഞ്ഞു, അതെ, വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ ഉപേക്ഷിച്ച് പോയ നമ്മുടെ അച്ഛനാണ് ഇതെന്ന് അവന്തിക പറയുക. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭി അച്ഛാന്നും വിളിച്ച് അച്ഛനൊരു കെട്ടിപ്പിടുത്തമായി, ഉമ്മ വയ്ക്കലായി. ഇത് കണ്ടപ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ ഒറ്റക്കെട്ടായി. ജലജയ്ക്ക് ഈ കാര്യം അറിയത്തില്ലല്ലോ. അപ്പോൾ അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി. ഇനിയിപ്പോൾ അഭി പതുക്കെ അറിയാൻ പോവുകയാണ് AN ജ്വല്ലറി അഭിയുടെ സ്വന്തം മുതലാണെന്നും അഭിക്കുള്ളതാണ് അതെല്ലാം എന്നുള്ളതും. അപ്പോൾ പിന്നെ അഭി കക്കലും കൊള്ളയടിക്കലും ഒക്കെ അങ്ങ് നിർത്തും. അഭി പിന്നെ അവിടെ ആത്മാർത്ഥമായി പണിയെടുക്കും. കാരണം
മോർത്തീസ് ജ്വല്ലറി തകർത്ത് തരിപ്പണമാക്കണമല്ലോ. അതിന് ഇവിടെ വല്ലതും ഉണ്ടെങ്കിലല്ലേ അവിടെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നവ്യയെ അടിച്ച് പുറത്താക്കാൻ അല്ലെങ്കിൽ നവ്യ സത്യം അറിഞ്ഞെന്ന് കരുതി ഒരു കുഴപ്പങ്ങളും അബിക്ക് സംഭവിക്കാനില്ല. അബി ഇപ്പോൾ സേഫാണെന്ന് അബി മനസ്സിലാക്കാൻ പോകുന്നു. അങ്ങനെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പറയാനായിട്ടുള്ള കഥകളും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നുണ്ട്. എന്തായാലും AM ജ്വല്ലറിയെയും അബി എന്ന ചെകുത്താനെയും മുച്ചൂട് മുടിക്കാൻ നവ്യയും നയനയും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുക. അതോടൊപ്പം തന്നെ നമ്മുടെ മുത്തശ്ശൻ്റെ സ്നേഹം അളക്കാൻ മുത്തശ്ശൻ നയനയോട് വെറുപ്പിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് നയന ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മുത്തശ്ശൻ അമ്പലത്തിൽ വരുന്ന ഒരു സമയം നോക്കി നമ്മുടെ നയന അമ്പലത്തിൽ വരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ മുന്നിൽ ചെറിയൊരു തലകറക്കം അഭിനയിച്ചൊക്കെ കിടക്കുന്നു. അങ്ങനെ തലകറങ്ങി വീഴുമ്പോഴത്തേക്കും മോളേന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കയറി മുത്തശ്ശൻ നയനയെ പിടിക്കുന്നു, ഹോസ്പിറ്റലിലാക്കുന്നു. അതിനുശേഷം നയനയ്ക്ക് കാവലിരിക്കുന്നു. അത് കഴിഞ്ഞ് നയനയുടെ ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, അവരൊക്കെ ഇപ്പം തന്നെ വരും, അതുവരെ ഞാനിവിടെ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഒരു ബോധ്യപ്പെടുത്തലും. പക്ഷെ മുത്തശ്ശന് സ്നേഹമാണെന്നും മുത്തശ്ശൻ ഈ ഒരു ഇത് പുറമേ കാണിക്കുന്നതാണെന്നും നയനയ്ക്ക് മനസ്സിലായി. അങ്ങനെ നയന തൻ്റെ മുത്തശ്ശനെ അളക്കാൻ ആ ചെയ്ത പ്രവൃത്തിയിൽ 100% മാർക്കുമായിട്ട് നമ്മുടെ നയന വിജയിച്ച് പോന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കഥയിൽ വരുന്നതും. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. എല്ലാവർക്കും ടാറ്റ, ഹാപ്പി സാറ്റർഡേ.